ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം പട്ടേരിപ്പാട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം നമ്മളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ പട്ടേരിപ്പാടിൻ്റെ ആ നാമനൈവേദ്യത്തെ, ആ സ്തോത്രകാവ്യത്തെ ഭഗവാന്റെ പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാരായണീയ മധുരം എന്ന രീതിയിൽ ഈ ഉപാസന ആരംഭിച്ചിട്ട് ഇന്ന് 35ാമത്തെ ദിവസമാണ്. ഇന്ന് 4ാമത്തെ ദശകത്തിൽ 5ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലുന്നത്. ആദ്യം ആ ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ പ്രഭാഷണം, തുടർന്നൊരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി നാരായണീയ പരിഭാഷയായിരിക്കുന്ന നിഴൽ നാരായണീയം ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പണം ചെയ്യാം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസ്സുചിരശീലനാവശാൽ അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാ. ഇവിടെ അഷ്ടാംഗയോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ അധ്യായത്തിലെ 2, 3, 4 എന്നീ ശ്ലോകങ്ങളിലൂടെ യമം, നിയമം, ആസനം അത് 2ാമത്തെ ശ്ലോകത്തിലും, പിന്നീട് പ്രാണായാമം, പ്രത്യാഹാരം എന്നീ അംഗങ്ങളെ, യോഗാംഗങ്ങളെ 3ാമത്തെ ശ്ലോകത്തിലും, തുടർന്ന് ധാരണ എന്ന യോഗാംഗത്തെ 4ാമത്തെ ശ്ലോകത്തിലും അനുസ്മരിച്ചു.
അല്ലെങ്കിൽ പ്രതിപാദിച്ചു. ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ. ധാരണ കഴിഞ്ഞാൽ ധ്യാനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ധ്യാനത്തെക്കുറിച്ച് പറയുകയാണ്. തദാശ്രയാഹ വയം, അവിടുത്തെ ശരണം പ്രാപിച്ച അടിയങ്ങൾ. വയം എന്നുള്ളത് അതിൽ നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. ആ വയം എന്നുള്ള വാക്ക് അതിൽ കാണാൻ സാധിക്കില്ല. ധ്യാനയോഗ നിരതാഹ, ധ്യാനയോഗത്തിൽ തൽപരന്മാരായിട്ട്. ആദ്യത്തെ 6 പടികൾ കഴിഞ്ഞ് 7ാമത്തെ പടിയാണ് ധ്യാനം എന്നുള്ളത്. അങ്ങനെ താല്പര്യമുള്ളവരായി തീർന്നിട്ട് വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു, അവയവങ്ങൾ നല്ലവണ്ണം തെളിഞ്ഞു മിന്നുന്ന അതിമനോഹരമായിരിക്കുന്ന സുന്ദരം ത്വദ്വപു, അവിടുത്തെ മനോഹരമായ രൂപം സുചിരശീലനാവശാൽ, സുദീർഘമായ ധാരണാഭ്യാസം കൊണ്ട് ക്ലേശം കൂടാതെ, അശ്രമം, ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ, മനസ്സി ചിന്തയാമഹേ, ഞങ്ങൾ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളാം ഭഗവാനെ. അപ്പൊ കേവലം ശ്രവണ വിഷയമായതുകൊണ്ട് അസ്ഫുടമായിരുന്ന ഭഗവത് രൂപം ഇപ്പൊ എന്തായി? വിസ്ഫുടമായി തോന്നുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കണു, നല്ലവണ്ണം തെളിഞ്ഞ് കാണുന്നു അല്ലേ? ഇവിടെ ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലേ ഭഗവതോ രൂപേ മനസ്സന്ധാരേ ധിയ എന്നാണ്. ഭഗവാന്റെ സ്ഥൂലരൂപമായ ഈ പ്രപഞ്ചത്തിൽ മനോധാരണ ആദ്യം ഉണ്ടാവണം. അങ്ങനെ ജിതാസനായി, ജിതശ്വാസനായി, ജിതസംഗനായി, ജിതേന്ദ്രിയനായി മാറുക. പ്രസന്നവക്ത്രം നളിനായതക്ഷണം, ഭഗവത് വിഗ്രഹമാകുന്ന സ്ഥൂലരൂപത്തിൽ ധാരണ പരിശീലിക്കുക. അപ്പോൾ ഓരോ അവയവങ്ങൾ തെളിഞ്ഞു കാണുന്നു. ഇവിടെ പട്ടേരിപ്പാട് ഭട്ടബാദർ മേൽപ്പുത്തൂർ തൻ്റെ 2ാമത്തെ സ്ഥൂലരൂപത്തിലുള്ള ധാരണ മാത്രമേ എടുത്തു കാണിച്ചിട്ടുള്ളൂ. ജഗതാത്മകമായ സ്ഥൂലരൂപം ഇപ്പോഴല്ല, ഇനി 6ാമത്തെ ദശകത്തിലാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഈ പ്രപഞ്ചം, ഈ ഭഗവാന്റെ സ്വരൂപം എന്നുള്ളത്. അപ്പം ഇവിടെ ആ ഭഗവാന്റെ സ്വരൂപത്തെ ക്ലേശം കൂടാതെ അശ്രമം മനസ്സി ചിന്തയാമഹേ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അനായാസേന മനസ്സിൽ ഭാവന ചെയ്തു കൊള്ളാം ഭഗവാനെ എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ ഇനി ശ്ലോകം, അതിനുശേഷം ശ്രീഹരിയ ആ ഭാഗം ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപു സുചിരശീലനാവശാൽ ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാ. നാരായണ 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 രാധാ ഗോവിന്ദ. അങ്ങാണല്ലോ ഏകാശ്രയം എന്നറിഞ്ഞിടുന്നു ഞങ്ങൾ, മുഴുകുന്നു അവിരാമം ധ്യാനയോഗത്തിൽ. അങ്കോപാംഗം അവിടുത്തെ സുന്ദരരൂപത്തെ ഹൃദി സങ്കൽപ്പിച്ചു വിധി പോലെ പൂജ ചെയ്തിടാം. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു.